മുകുന്ദ് അവിടെ ജോലി ചെയ്ത് അവിടെ നിന്നാണ് പുള്ളി ഓപ്പറേഷന് പോയതും അവിടെ നിന്നാണ് പുള്ളി മരണപ്പെടുന്നതും ഒക്കെ. അപ്പൊ അത് കേൾക്കാനും പുള്ളിയെ പറ്റി പറയാനും ഒക്കെ പട്ടാളക്കാർക്ക് ഭയങ്കര, അവിടെ ഉള്ള നേരത്തെ വർക്ക് ചെയ്ത ആൾക്കാരൊക്കെ അവിടെ നിന്ന് ഈ പുള്ളിയെ പറ്റി കുറെ കാര്യങ്ങൾ സംസാരിച്ചു. അപ്പൊ നമുക്കൊരു ഐഡിയ കിട്ടി. ശിവകാർത്തികൻ എന്ന് വെച്ചാൽ ഓക്കെ, നമ്മൾ ഇവിടെ നമ്മുടെ മമ്മൂക്കയുടെ കൂടെ ഒക്കെ ചെയ്തിട്ടുണ്ട്. മമ്മൂക്ക എന്നൊക്കെ എന്റെ മനസ്സിൽ എന്ന് പറഞ്ഞാൽ ഭീകര സ്റ്റാറാണ് അവരൊക്കെ. അപ്പൊ അവരുടെ കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇവരൊക്കെ ആക്ട്രസ് ആണ്, വലിയ നടന്മാരാണ്. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഒന്നും എനിക്ക് വലിയായിട്ട് തോന്നിയില്ല. ആക്ച്വലി എനിക്ക് തൽക്കാലത്തേക്ക് ഞാൻ പറഞ്ഞില്ലേ, വേറെ എന്തെങ്കിലും പരിപാടി എനിക്ക് കൂടുതലും വരുന്നത് ഈ ജാക്കറ്റ് ഒക്കെ ഇട്ട് സ്റ്റൈലിഷ് ഇട്ട് ഞാൻ മടുത്തു. എനിക്ക് ബ്രേക്ക് കിട്ടിയ ഒരു പടം എനിക്ക് ഇപ്പോഴും തോന്നുന്നത് ആൻമരിയ. എല്ലാവർക്കും ഇതുപോലെ ടീച്ചർ വരവുണ്ടായതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. CPX ടോക്കിൽ ഇന്ന് കൂടെ ഉള്ളത് ജോൺ കൈപ്പള്ളിലാണ്. വെൽക്കം ടു CPX ടോക്ക്. ഏറ്റവും പുതിയ വിശേഷം അമരൻ തന്നെയാണ്. നമ്മൾ ഒരുപാട് വർഷം മുൻപ് ആൻമരിയ കലിപ്പിലാണൊക്കെ തുടങ്ങി ആ ഒരു കാലം തൊട്ട് തന്നെ കണ്ടുവരുന്നൊരു മുഖം ഇപ്പം തമിഴില് ശിവകാർത്തികേയന്റെ കൂടെ ഒക്കെ നിൽക്കുന്ന കണ്ടപ്പോൾ, അതും ആ ഒരു പട്ടാള യൂണിഫോം ഒക്കെ ഇട്ട് നിൽക്കുന്ന കണ്ടപ്പം ഒരുപാട് സന്തോഷം തോന്നി. ചോദിക്കാനുള്ളത്, ഇതിന് കിട്ടുന്ന റെസ്പോൺസ് എങ്ങനെയുണ്ട്? ആദ്യം നമുക്കത് പറഞ്ഞു തന്നെ തുടങ്ങാം. റെസ്പോൺസ് അമരൻ ഭയങ്കര ഹിറ്റാണ്. ഞാൻ വിചാരിച്ചതിലും ഹിറ്റാണ്. എനിക്കൊന്ന് കേരളത്തിനെക്കാട്ടിലും കൂടുതൽ എനിക്ക് മെസ്സേജും കാര്യങ്ങളൊക്കെ വരുന്നത് ബാംഗ്ലൂർ, കർണാടകയിൽ നിന്നും പിന്നെ ഹൈദരാബാദിൽ നിന്നും, ചെന്നൈ ഉറപ്പായിട്ട് വരും, അവിടെ നിന്ന് വരുന്നു. ഇവിടെ നിന്നും കണ്ടവരെല്ലാം ഭയങ്കരമായിട്ട് റെസ്പോൺസ് ആണ്. പടം ബ്ലോക്ക് ബസ്റ്റർ. അതെ, എങ്ങനെയാണ് ഈ ഇതിലോട്ട് എത്തിയത്? ആക്ച്വലി ഈ പടം തുടങ്ങുന്ന ഒരു 6 മാസം മുമ്പ് ഒരു കോൾ വന്നിരുന്നു. അവിടെ നിന്ന് പ്രൊഡക്ഷനിൽ നിന്ന് വന്നു. എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, കാരണം നേരത്തെ തൊട്ട് ഈ പ്രൊഫൈൽ ഇങ്ങനെ പലയിടത്തും അയക്കുന്നുണ്ട്. അങ്ങനെ ഒന്നായിരിക്കും, ഞാൻ ചോദിച്ചില്ല. അങ്ങനെ വന്നു. പിന്നെ ഡയറക്ഷൻ ഡിപ്പാർട്ട്മെന്റ് വിളിച്ചു. ഡയറക്ടറുമായിട്ടൊരു വീഡിയോ കോൾ ഉണ്ടായിരുന്നു. അങ്ങനെ സെലക്റ്റഡ് ആയി, അങ്ങനെ പോയി. ഓഡീഷനായിട്ടൊന്നുമില്ലായിരുന്നു, ഈ പറഞ്ഞ ഫോൺ കോളിൽ മാത്രം. ശിവകാർത്തികേയൻ ചെയ്ത ഈ ഒരു കഥാപാത്രം ഈ കഥയും എല്ലാം റിയൽ സ്റ്റോറി ബേസ് ചെയ്തിട്ടുള്ളതാണ്. അതിന്റെ ആ ഒരു പ്രൊമോഷൻസിലൂടെ ഒക്കെ ആണെങ്കിലും ഇവര് റിയൽ സ്റ്റോറി എന്തായിരുന്നു എന്നുള്ള, ഈ മുകുന്ദ് എന്താണ്, ആരായിരുന്നു എന്നൊക്കെ നമ്മൾ കുറെ കേട്ടു. സിനിമ കണ്ടു കഴിയുമ്പോഴും ഇപ്പൊ നിങ്ങൾക്ക് ആസ് ആക്ടേഴ്സ് നിങ്ങൾക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. റിയൽ സ്റ്റോറി ചെയ്യുമ്പോൾ ആ ക്യാരക്ടറുമായിട്ട്, ആ റിയൽ ലൈഫ് ആരാണോ ചോദിച്ചാൽ അവരുമായിട്ട് നമുക്കൊരു സാമ്യം തോന്നണം. ആ ഒരു ക്യാരക്ടർ നമ്മൾ അഡാപ്റ്റ് ചെയ്തിരിക്കണം. അപ്പം ഈ മേജർ മിഥുൻ എന്ന് പറയുന്ന ക്യാരക്ടറാണല്ലോ ചെയ്തത്. അപ്പൊ ആ ക്യാരക്ടറിന് വേണ്ട അഡാപ്റ്റേഷൻസ് അല്ല, അതിന് വേണ്ടിയിരുന്ന ഹോംവർക്സ് ഒക്കെ എന്തൊക്കെയായിരുന്നു? ഹോംവർക്സ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ എൻ്റെ അടുത്ത് ഡയറക്ടർ പറഞ്ഞിരുന്നു. അതായത് ഈ മുകുന്ദ് വരദരാജൻ എന്ന് പറഞ്ഞ ഓഫീസർ വരുന്നതിന് മുമ്പുള്ളൊരു ക്യാരക്ടറാണ്. അത് റിയൽ ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അതൊരു മലയാളിയാണ്. പക്ഷെ ഇങ്ങനെയുള്ളൊരു പരിപാടി ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. അപ്പം ഇതാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് മാത്രം പറഞ്ഞുള്ളൂ. അപ്പോൾ ഇതുപോലെ 12 ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഞാൻ ഫെയിലിയർ ആയി. അപ്പം എൻ്റെ ടൈം പീരീഡ് കഴിഞ്ഞു. ഞാൻ അവിടെ നിന്ന് വേറെ സ്ഥലത്തേക്ക് പോവാണ്. അപ്പം ആ ഓഫീസർ വരുന്നു, ഞാൻ എൻ്റെ ഡ്യൂട്ടി അങ്ങോട്ട് ഏൽപ്പിക്കുന്നു. ഇതാണ് എൻ്റെ ഒരു പരിപാടി പറഞ്ഞത്. അപ്പം അതിനുള്ളൊരു പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ പോയി നമ്മൾ ഫുൾ പരിപാടി കാണണം. നമ്മൾ ഈ സിനിമയിലല്ലേ പട്ടാൾക്കാരുടെ പരിപാടി കണ്ടിട്ടുള്ളൂ. എനിക്ക് കിട്ടിയ ഒരു ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ, ഇത് നമ്മൾ ഷൂട്ട് ചെയ്തത് മുകുന്ദ് എന്ന് പറഞ്ഞ ഓഫീസർ ഇരുന്ന സെയിം കമ്പനി തന്നെ ഷൂട്ട് ചെയ്തത്. അതായത് ചിറ്റ കമ്പനി എന്ന് പറഞ്ഞാൽ 44RRന്റെ സെയിം കമ്പനി തന്നെ. അപ്പൊ അവിടെ ചെന്നു ഫസ്റ്റ് ഡേ ഷൂട്ട് ഞങ്ങൾക്ക് ഇതുണ്ടായിരുന്നു, പ്രാക്ടീസും ഈ റിഹേഴ്സലും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് പോയി നിൽക്കുമ്പോഴെല്ലാം ആ സെയിം ലൊക്കേഷൻ തന്നെയാണ്. നമുക്ക് ലൊക്കേഷൻ സെയിം ക്യാമ്പിലാണ് ഷൂട്ട് ചെയ്യുന്നത്. ആ ലൊക്കേഷൻ ഒന്നും ഫേക്ക് അല്ല, എല്ലാം റിയലാണ്. അപ്പൊ റിയൽ ആയതുകൊണ്ട് നമ്മളവിടെ ചെന്ന് യൂണിഫോം ഇട്ടു, കാര്യങ്ങളൊക്കെ ചെയ്തു. നമ്മൾ നിൽക്കുന്ന ചുറ്റുപാട് മൊത്തം പട്ടാളക്കാരടയ്ക്കാൻ നമ്മൾ ഷൂട്ട് ചെയ്യാൻ നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഫസ്റ്റ് ഡേ കഴിഞ്ഞ് സെക്കൻഡ് ഡേ ഒക്കെ ആയപ്പോൾ നമുക്ക് ആ ഒരു ഓൾറെഡി പ്രിപ്പയർഡ് ആയി. നമ്മള് ആ ഏരിയ നമുക്ക് അങ്ങനെ ആക്കി തന്നു. ഇപ്പൊ നമ്മൾ സാധാരണ ഒരു പടം ചെയ്യുന്ന സമയത്ത് ഫുൾ സെറ്റ് ആയിരിക്കും, ചിലപ്പം ഒരു റിയൽ ആയിരിക്കാത്ത കുറെ പരിപാടിയുണ്ട്. അപ്പൊ അത് നമ്മൾ ഒന്ന് അക്സെപ്റ്റ് ചെയ്ത് ഇതാണ് നമ്മളുടെ പരിപാടി. ചില പോലീസ് സ്റ്റേഷനൊക്കെ കംപ്ലീറ്റ്ലി സെറ്റ് ഇടും. അപ്പൊ അതല്ലല്ലോ, ഇത് റിയൽ ആണല്ലോ. മുകുന്ദ് അവിടെ ജോലി ചെയ്ത് അവിടെ നിന്നാണ് പുള്ളി ഓപ്പറേഷന് പോയതും അവിടെ നിന്നാണ് പുള്ളി മരണപ്പെടുന്നതും ഒക്കെ. അപ്പൊ അത് കേൾക്കാനും പുള്ളിയെ പറ്റി പറയാനും ഒക്കെ പട്ടാൾക്കാർക്ക് ഭയങ്കര, അവിടെ ഉള്ള നേരത്തെ വർക്ക് ചെയ്ത ആൾക്കാരൊക്കെ അവിടെ നിന്ന് ഈ പുള്ളിയെ പറ്റി കുറെ കാര്യങ്ങൾ സംസാരിച്ചു. അപ്പൊ നമുക്കൊരു ഐഡിയ കിട്ടി. അപ്പൊ അങ്ങനെ ഒരു ഭീകര എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ മുകുന്ദിന്റെ ക്യാരക്ടർ ശിവകാർത്തികേയൻ ചെയ്യുമ്പോ തന്നെ കുറച്ച് ഭാഗമൊക്കെ കൂടെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ മുകുന്ദിനെ പറ്റിയും കേട്ടിട്ടുണ്ട്. ഈ ക്യാരക്ടർ ഇയാൾ ചെയ്ത് കാണുമ്പോഴും എന്തായിരുന്നു അത്, ആ സമയത്ത് ആ ലൊക്കേഷനിലെ എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? അതായത് ശിവകാർത്തികേയനെ ഞാൻ നേരിട്ട് കാണുന്നത് ഈ ഷൂട്ടിന്റെ ഫസ്റ്റ് ഡേ ആണ്. അതിന് മുമ്പ് കണ്ടിട്ടില്ല.
നമ്മളൊരു ആക്ടറിനെ ഒരു ഇതുണ്ടല്ലോ, പുള്ളിയുടെ പടങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പം റിയൽ ആയിട്ട് കണ്ടിട്ടില്ല, നേരിട്ട് നിന്ന് അഭിനയിച്ചിട്ടില്ല. അപ്പൊ ഫസ്റ്റ് ഡേ തന്നെ നമുക്ക് ചെറിയൊരു സീനായിരുന്നു. ഞാനും രാഹുൽ ബോസ് എന്ന് പറഞ്ഞ പുള്ളിക്കാരനും കൂടെ ഉള്ള ഒരു പുള്ളി, നമ്മുടെ ഹീറോ, 3-4 പേരുള്ളൂ. അപ്പം ഫസ്റ്റ് ഡേ പുള്ളിക്ക് അധികം ഡയലോഗ്സും കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ പുള്ളി കേട്ടുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസമാണ് മെയിൻ ഷൂട്ട് വന്നത്. ഒരു വലിയ ഷൂട്ടാണ്, 1 ടേക്ക് ഷൂട്ടാണ് അത്. അങ്ങനെ പോയി പുള്ളിയുടെ ഒരു എനിക്കൊന്നും ഒരു 1 മിനിറ്റ് അല്ലെ 2 മിനിറ്റോളം വരുന്ന ഒരു സീനാണ്. ഒറ്റ കട്ട് പോവാ. അത് വലിയ ലെങ്തി ഡയലോഗാണ്. പുള്ളി പറഞ്ഞ ഇതിനെ പറ്റി, നമ്മുടെ 44 ആറിനെ പറ്റി ഒരു പറച്ചില്ല. പടം കണ്ടിരുന്നോ? കണ്ടു. ഇപ്പൊ ഫസ്റ്റ് സീൻ പുള്ളി ഇറങ്ങി വന്ന് നമ്മുടെ പ്രാങ്ക് കഴിഞ്ഞ സീനാണ്. അപ്പൊ ആ സീനിൽ പുള്ളി അഭിനയിക്കുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ, പുള്ളി എല്ലാ ടേക്കും, അതായത് കുറെ ടേക്ക് പോയത് മൊത്തം ക്യാമറയുടെ ഫോക്കസ്, മറ്റേ പരിപാടി, അവിടെ ആക്ഷൻ ശരിയല്ല, ഇവിടെ ആക്ഷൻ ശരിയല്ല. ഈ 5-6 പ്രാവശ്യം ഇദ്ദേഹം ചെയ്യുമ്പോണ്ടോ പുള്ളി ഒറ്റ പ്രാവശ്യം പോലും തെറ്റിച്ചിട്ട് തന്നെ അല്ല, പെർഫെക്ഷൻ ആണ്. അപ്പൊ മാൻ, പുള്ളി ഇപ്പം ചോദിച്ചില്ലേ എങ്ങനെ പ്രിപ്പയർ ചെയ്തു, ഞാനൊന്നും പ്രിപ്പയർഡ് അല്ലായിരുന്നു. പുള്ളി ഓൾറെഡി പ്രിപ്പയർഡ് ആണ്, മുകുന്ദ് വരദരാജനായി കഴിഞ്ഞു. അപ്പൊ പുള്ളിക്ക് ഡയലോഗ് മാത്രമല്ല, ആ ഒരു ആറ്റിറ്റ്യൂഡ്, ആ ഒരു പരിപാടി, പുള്ളിയുടെ ഒരു ക്യാരക്ടർ. അപ്പൊ നമ്മൾ തന്നെ മാറി ചോദിച്ചു മുകുന്ദ് എങ്ങനെ ഉണ്ടായിരുന്നു. മുകുന്ദിനെ പറ്റി ഭയങ്കര അഭിപ്രായമാണ്. അപ്പൊ ആ ഒരു സെയിം പവറോടുകൂടിയാണ് പുള്ളി ചെയ്തേക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അതാണല്ലോ, ക്യാരക്ടർ ഭയങ്കര വർക്കായല്ലോ. പുള്ളി പ്രിപ്പയർഡ് ആണ് തന്നെയല്ല. അടിപൊളി. ഈ ഡയറക്ടർ ആദ്യം വിളിച്ചിരുന്ന സമയത്ത് തന്നെ ശിവകാർത്തികേയനുമായിട്ടുള്ള കോമ്പിനേഷൻ സീൻസിന്റെ കാര്യം പറഞ്ഞിരുന്നു. അത് മാത്രമേ ഉള്ളൂ എനിക്ക് ശിവകാർത്തികന്റെ സീൻ, പുള്ളി ഞാൻ മാത്രമേ ഉള്ളൂ. എന്റെ സീൻ മൊത്തം പുള്ളിക്കാരുണ്ട്. അപ്പം അതാദ്യം പറഞ്ഞു. ഫസ്റ്റ് ടൈം ഇയാളുടെ കൂടെ, അത് നമ്മള് കുറച്ച് വർഷങ്ങളായിട്ട് ഇങ്ങനെ സ്ക്രീനിൽ കണ്ടുവരുന്നു. അത്രയും സ്ട്രഗിൾ ചെയ്തു വന്നൊരു ആക്ടർ തന്നെയാണ് ശിവകാർത്തികേയൻ. നമ്മൾ ആളുടെ വളർച്ച കണ്ടുകൊണ്ടിരുന്നപ്പം അദ്ദേഹത്തിന്റെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുന്നു, കോമ്പിനേഷൻ സീൻ ചെയ്യാൻ പറ്റുന്നു എന്നറിഞ്ഞ ആ ഒരു മൊമെന്റിൽ എന്തായിരുന്നു തോന്നിയതൊക്കെ? ആദ്യമോ? കേട്ട സമയത്ത് എനിക്ക് ഭയങ്കര ആശ്ചര്യം തോന്നിയില്ല, എക്സൈറ്റ്മെന്റ് ഒന്നും തോന്നിയില്ല. ഇല്ല, സീരിയസ്ലി എനിക്ക് തോന്നിയില്ല. എനിക്ക് എക്സൈറ്റ്മെന്റ് തോന്നുന്ന എപ്പോഴാന്ന് പറയാം, ചില സമയത്ത് എനിക്ക് ചിലപ്പോൾ കൂടെ അഭിനയിക്കുമ്പോഴായിരിക്കും. ഇത് ഞാൻ ഇപ്പം പറഞ്ഞില്ലേ, ആ സമയത്ത് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. ശിവകാർത്തികൻ എന്ന് വെച്ചാൽ ഓക്കെ, നമ്മൾ ഇവിടെ നമ്മുടെ മമ്മൂക്കയുടെ കൂടെ ഒക്കെ ചെയ്തിട്ടുണ്ട്. മമ്മൂക്ക എന്റെ മനസ്സിൽ എന്ന് പറഞ്ഞാൽ ഭീകര സ്റ്റാറാണ് അവരൊക്കെ. അപ്പൊ അവരുടെ കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇവരൊക്കെ ആക്ടേഴ്സ് ആണ്, വലിയ നടന്മാരാണ്. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഒന്നും എനിക്ക് വലിയായിട്ട് തോന്നിയില്ല. പോയി കണ്ട് ഇവരുടെ പരിപാടി, ഇവരുടെ പ്രിപ്പയർ ആയിട്ടിരിക്കുന്ന പരിപാടി, അവരുടെ ഒരു മെത്തേഡ് ഉണ്ടല്ലോ, അതൊക്കെ കാണുമ്പോഴാണ് എനിക്ക് കൂടുതൽ എക്സൈറ്റ്മെന്റ് തോന്നുന്നത്. അന്നേരം എക്സൈറ്റഡ് ആയി. അറിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര, പിന്നെ രാജ്ഖാൻ പ്രൊഡക്ഷൻ ആയിരുന്നു. അതൊക്കെ കേട്ടപ്പോൾ ഓക്കെ, യെസ്, തമിഴ് പടം, നല്ലൊരു പരിപാടി, ഒരു നല്ല പരിപാടി ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് വേറെ 1-2 പരിപാടി വന്നായിരുന്നു. എല്ലാം കുഞ്ഞു പടങ്ങളില് വില്ലൻ പരിപാടി, അങ്ങനത്തെ പരിപാടിയൊക്കെ വന്നത്. അപ്പൊ ഞാൻ ഒരു നല്ല റൈറ്റ് പടം വരട്ടെ, ഇങ്ങനെ വന്നു, ഇതിങ്ങനെ കിട്ടി, എനിക്ക് കുഴപ്പമില്ലെന്ന് തോന്നി, ഞാൻ ചെയ്തു. പടം ഹിറ്റ്, 200-250 കോടി. ഈ പലർക്കും യൂണിഫോം ഇട്ടുകൊണ്ടുള്ള ക്യാരക്ടേഴ്സിനോട് ഒരു സ്പെഷ്യൽ താല്പര്യവും ഒരു സ്നേഹവും ഒക്കെ തോന്നാറുണ്ട്. അതിനോട് ഒരു കമ്മിറ്റ്മെന്റ് ആയിരിക്കും. ഇപ്പൊ നമ്മൾ ഈ കീർത്തി ചക്ര പോലെയുള്ള സിനിമകളൊക്കെ കണ്ടാണെങ്കിലും എന്താ ഒരു പട്ടാളം മാത്രമല്ല, അതിൽ പോലീസ് ആണെങ്കിലും അങ്ങനെയുള്ള യൂണിഫോംസിനോട് കാണുന്ന ഓഡിയൻസിനും അത് ചെയ്യുന്ന ആക്ടേഴ്സിനും തോന്നുന്ന ഒരു റെസ്പെക്ട് ഉണ്ട്. അപ്പം അഭിനയിക്കാൻ വേണ്ടിയിട്ടാണ്, പക്ഷെ അഭിനയിക്കുന്ന ടൈമിൽ ആ റിയൽ ക്യാരക്ടർ തന്നെയാണ്. അപ്പൊ ആ യൂണിഫോം ഇടുമ്പോ ആ ഒരു ഇമോഷൻ എങ്ങനെയായിരുന്നു? ഇപ്പൊ എനിക്ക് വരുന്ന പരിപാടികളൊക്കെ പട്ടാളം, പോലീസ്, ഇത് റിപ്പീറ്റഡ്ലി വരുന്നുണ്ട്. സീരിയസ്ലി ഈ യൂണിഫോം ഇടുമ്പോൾ ഭയങ്കര രസമാണ്, ഭയങ്കര ഒരു ഫീലാണ്. കാരണം നമ്മള് എന്തൊക്കെ പറഞ്ഞാലും ഒരു പുറത്തൊരു പോലീസ് ഓഫീസറിനെ നല്ല നിൽക്കുന്ന കാണുന്ന ഒരു സ്റ്റൈലാണ്, ഒരു നല്ലൊരു SI അല്ല നല്ല CR റാങ്കാണ്. അപ്പൊ അത് നമ്മളിടുന്നത് എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് അത് ഇടുന്നതിന്. എനിക്ക് കൂടുതൽ അത് വരുന്നതോ തന്നെ. അപ്പം ആക്ച്വലി ഇപ്പൊ എനിക്ക് വലിയ എക്സൈറ്റഡ് അല്ല ഞാൻ, കാരണം മടുത്തു അങ്ങനത്തെ പരിപാടികൾ മാറി. എനിക്ക് ഈ പറയുന്ന സാറിന് കയ്യിൽ കൊടുത്ത് അല്ലെ അങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ എക്സൈറ്റഡ് അല്ല, വരുവാണെങ്കിൽ ചെയ്യും. ഫസ്റ്റ് ടൈം എക്സൈറ്റ്മെന്റ് എങ്ങനെയായിരുന്നു? ഫസ്റ്റ് ടൈം ഉണ്ടായിരുന്നു യൂണിഫോം, പോലീസ് യൂണിഫോം കിട്ടപ്പോ സ്റ്റൈലാണല്ലോ. നമ്മള് CID മ്യൂസിക് ഉണ്ടല്ലോ, ദിലീപ് ഏട്ടൻ, ഇങ്ങനെ ആ ഒരു പരിപാടിയൊക്കെ തരാം നമ്മുടെ. അത്രേ ഉള്ളൂ. അത് കുറച്ച് കഴിയുമ്പോൾ പിന്നെ അത് യൂസ് ടു ആവും. ഇപ്പൊ ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഏകദേശം മതിയായി എന്ന് തോന്നുന്നു എന്നാണോ? മതിയായി എന്നല്ല, ആക്ച്വലി എനിക്ക് തൽക്കാലത്തേക്ക് ഞാൻ മതിയല്ലേ, വേറെ എന്തെങ്കിലും പരിപാടി. എനിക്ക് കൂടുതലും വരുന്നത് ഈ ജാക്കറ്റ് ഒക്കെ ഇട്ട് സ്റ്റൈലിഷ് വേഷം ഇട്ട് ഞാൻ മടുത്തു, സീരിയസ്ലി മടുത്തു. കാരണം അല്ലെന്നെ വേറെ പരിപാടിക്ക് ഇവിടുന്ന് പുറത്തേക്കൊക്കെ പോവാണെങ്കിൽ ഞാൻ റെഡിയാണ്. കാരണം പുറത്തൊക്കെ ആണല്ലോ. നമ്മുടെ ഇവിടുത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ, നമ്മുടെ നല്ല കുറെ പാടവും കണ്ടവും വരമ്പും അങ്ങനത്തെ ഒക്കെ ഒരു സ്ഥലം. ഞാൻ പത്തനംതിട്ടയാണ്. അപ്പം അതെ, ആണോ ശരി.
അപ്പം ഈ പറഞ്ഞ പോലെ കൈലി കൊടുത്ത് ടീഷർട്ടൊക്കെ ഇട്ട് അങ്ങനെ പാടത്ത് കണ്ടത്ത് ക്രിക്കറ്റ് കളിച്ച് വളർന്ന ഒരാളാണ്. അപ്പൊ ഞാൻ ബേസിക്കലി അതാണ്. പിന്നെ ഞാൻ ഇവിടെ എറണാകുളത്ത് വന്നതിന് വേറൊരു ട്രാൻസ്ഫോർമേഷൻ നടത്തിയതേ ഉള്ളൂ. അപ്പൊ അങ്ങനെ വന്നപ്പോ എനിക്ക് ഈ ഇതുപോലത്തെ പരിപാടി കിട്ടുന്നുള്ളൂ. അപ്പം എനിക്ക് ഇപ്പോഴത്തെ ആഗ്രഹം ഒരു നാടൻ പരിപാടി ചെയ്യണം. മലയാളത്തിലല്ലേ നമ്മൾ നിൽക്കുന്നത്. അപ്പൊ അത് ഇത് കാണുന്ന ഡയറക്ടേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അതെ അതെ ഞാൻ ഇൻഡയറക്ട്ലി ഡയറക്ടേഴ്സിന് പറഞ്ഞാണ് താല്പര്യം ഉണ്ടെങ്കിൽ അവസരങ്ങൾ ചോദിക്കാറുണ്ടോ അങ്ങനെ? പിന്നെ ഉറപ്പായിട്ടും ചോദിക്കാറുണ്ട്, ചോദിക്കാതെ വരില്ലല്ലോ. എങ്ങനെയായിരുന്നു ഇപ്പൊ ചേട്ടൻ്റെ ഒരു സിനിമ കരിയറിന്റെ സ്റ്റാർട്ടിങ് ആൻഡ് ഇതുവരെയുള്ള ഒരു ജേർണി എന്ന് പറയോ? സ്റ്റാർട്ടിങ് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആളാണ്. ഞാൻ ഷിപ്പ് യാർഡിൽ കോൺട്രാക്ട് ബേസിൽ വർക്ക് ചെയ്തു. ഒരു 3 വർഷം വർക്ക് ചെയ്തു. ആ സമയത്ത് ഇവിടെ എറണാകുളത്ത് വന്നത് തന്നെ സിനിമാ മേഖല എറണാകുളത്താണല്ലോ, കൊച്ചിയിലാണല്ലോ. ഒരു സമയത്ത് നേരത്തെ ചെന്നൈയിലൊക്കെ ആയിരുന്നു. ഇപ്പൊ ചെന്നൈയിലാണ് അവിടെ കൊണ്ടുവന്നേനെ. അപ്പൊ കൊച്ചിയിലായതുകൊണ്ട് കൊച്ചിയിലേക്ക് വന്നു. ഇവിടെ വന്ന് ഇവിടെ ജോലി തപ്പി. ഇവിടെ ലക്കിലി നമ്മുടെ ഒരു സുഹൃത്ത് കാരണം എൻ്റെ ഒരു പെട്ടെന്ന് കണ്ട് ഞങ്ങൾ ഒരുമിച്ച് പഠിക്കാൻ, അതായത് ഒരു കോഴ്സ് പഠിക്കാൻ വന്നൊരു സുഹൃത്തുണ്ടായിരുന്നു, വിവേക് എന്ന് വന്നിട്ട്. അപ്പൊ അവൻ കാരണം എനിക്ക് ഷിപ്പ് യാർഡിൽ വർക്ക് കിട്ടി. അത് വെച്ചിട്ട് ഞാൻ മോഡലിങ്ങിനും സിനിമയ്ക്ക് ഓഡീഷനും പരിപാടി തുടങ്ങി. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അങ്ങനെ മോഡലിംഗ് കുഴപ്പമില്ലാതെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഓഡീഷന് പോയി. പിന്നെ തട്ടത്തിമറയത്തിന്റെ ഒരു ചെറിയൊരു അത് എൻ്റെ ഒരു സുഹൃത്ത് വഴി വന്നു. അപ്പൊ അതിന് പോയി സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ പിന്നെ ഓഡീഷൻസ്. എനിക്ക് ബ്രേക്ക് കിട്ടിയ ഒരു പടം എനിക്ക് ഇപ്പോഴും തോന്നുന്നത് ആൻമരിയാണ്. എല്ലാവർക്കും ഇതുപോലെ ടീച്ചർ വരവുണ്ടായതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. സിനിമയോടുള്ള ഈ ആഗ്രഹം എവിടെ നിന്നായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്? ചെറുപ്പം മുതലേ സിനിമ കാണുമായിരുന്നല്ലോ. നമ്മൾ പണ്ട് കാസറ്റ് കളക്ട് ചെയ്ത് കാസറ്റ് കണ്ട് മമ്മൂക്കായും ലാലേട്ടനെ കണ്ട് ഇവര് ചെയ്യുന്ന പരിപാടികളൊക്കെ ഭയങ്കര രസമാണല്ലോ. എല്ലാവരും എക്സൈറ്റ് ചെയ്യും, എല്ലാവർക്കും ഭയങ്കര അത്ഭുതകരമാണ്. അപ്പൊ അങ്ങനെ ആൾക്കാരെയൊക്കെ ത്രില്ലടിപ്പിക്കണമെന്നൊക്കെ എനിക്ക് പണ്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ 8ാം ക്ലാസ് 9ാം ക്ലാസ് ഒക്കെ സമയത്ത് ഞാൻ സ്കൂളിലൊക്കെ ഡ്രാമയൊക്കെ ചെയ്യുമായിരുന്നു. അതൊക്കെ ഭയങ്കര താല്പര്യമായിരുന്നു. അതായത് മെയിൻ സ്ട്രീമിലേക്ക് വരണം, അതൊരു ആഗ്രഹമായിരുന്നു. സിനിമ എന്നുള്ള സംഭവം ഇഷ്ടമായിരുന്നു. ഇപ്പം ഞാൻ പറഞ്ഞ ഭയങ്കര നടൻ അഭിനയിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കൂട്ടുകാരെ പറയും. അപ്പൊ എനിക്ക് സിനിമ ഭയങ്കര ഇഷ്ടമായിരുന്നു. സിനിമ എന്നുള്ളൊരു അപ്പം ആക്ടിങ്ങും ഇഷ്ടമാണ്, നടന്മാരെ എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ അതുപോലൊക്കെ ആൾക്കാരെ ഇങ്ങനെ ത്രസിപ്പിക്കുക, അറിയാതെ കൈയടിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞൊരു പരിപാടി നല്ല രസമുള്ള കാര്യമല്ലേ. അപ്പൊ അതാണ് എന്നെ എത്തിച്ചത്. 8ാം ക്ലാസ് 9ാം ക്ലാസ് എന്ന് പറയാം. ഈ ആക്ടിങ്ങിനൊപ്പം തന്നെ ഇപ്പൊ മോഡലിംഗും കൊണ്ടുപോകുന്നില്ല? മോഡലിംഗ് ആക്ച്വലി ഞാൻ കുറെ ആളായിട്ട് സ്റ്റോപ്പ് ചെയ്തിരിക്കായിരുന്നു. ഒരു പരിപാടിയിലായിരുന്നു. മൊത്തത്തില് ഞാൻ ഒരു സമയത്ത് മോഡലിംഗ് ഫിഗർ ആയിട്ട് അത് 2013 2014 സമയത്ത് പല ഡയറക്ടേഴ്സിനും മൂവി മസിലൊക്കെ വെച്ചിട്ട് മലയാളത്തിൽ നടക്കൂല മോനെ, നീ വേറെ വല്ല ലാംഗ്വേജിൽ പോകുന്നു, എവിടെ പോയതാ, നമ്മുടെ നാട് തന്നെ. അപ്പൊ അങ്ങനെ ഞാൻ കംപ്ലീറ്റ്ലി മോഡലിംഗ് സ്റ്റോപ്പ് ചെയ്തിട്ട് ഫുള്ള് എന്റെ ജിം പരിപാടിയൊക്കെ വിട്ട് വയറൊക്കെ വെച്ച് 6 പാക്കുള്ള സിംഗിൾ പാക്കൊക്കെ ആക്കി നാടൻ പരിപാടി പിടിച്ച് അങ്ങനെ അങ്ങനത്തെ ക്യാരക്ടറിന് വേണ്ടിട്ടോ. കേരളത്തിലെ ആമ്പിളർക്ക് എന്തിനാ 6 പാക്ക്? ഞാൻ ചെയ്ത പടത്തില് എന്റെ ക്യാരക്ടർ വെച്ച് പറയുന്നതാണ്. അപ്പൊ ഞാൻ പിന്നീട് ആലോചിച്ച് എന്തിനാണ്, ആർക്കും ഇല്ലല്ലോ നമ്മുടെ നാട്ടിൽ. എത്ര പിള്ളേർക്കുണ്ട്? കുറച്ച് പിള്ളേർക്കുണ്ട്. അപ്പൊ ഞാൻ ഒരു നാടനാകാം, അങ്ങനെ ഇനി കുറച്ച് പടങ്ങളെ കിട്ടണം. അങ്ങനെ ഞാൻ കംപ്ലീറ്റ്ലി വിട്ടു. ഇപ്പൊ അതെല്ലാം കഴിഞ്ഞ് ഞാൻ ഓർത്തു ഇപ്പൊ ഒന്ന് മോഡലിംഗ് സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചു. എനിക്ക് ഒരു പുറത്തുനിന്നൊരു കോളുണ്ട്, US ഏജൻസിന്ന് ഒരു കോൾ വന്നു. അപ്പൊ ഞാൻ ചിലപ്പോൾ 2-3 മാസം കഴിഞ്ഞ് അമേരിക്കയിലൊക്കെ ഒന്ന് പോയി ഇറങ്ങി കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്ത് കുറച്ച് മോഡലിംഗ് ഷൂട്ടൊക്കെ ചെയ്ത് തിരിച്ചു വരും. അപ്പോഴും നാടൻ വേഷം ഇവിടെ നിൽക്കാണ്. പിന്നെ നാടൻ വേഷം നമ്മൾ പിടിക്കും, അത് പിടിച്ചിട്ടുള്ളൂ ബാക്കി കാര്യം. ഈ ഷിപ്പ് യാർഡിൽ വർക്ക് ചെയ്യുന്ന ടൈമിൽ തന്നെ മോഡലിംഗ് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. വർക്കും ഈ കരിയറും, അതായത് ഇഷ്ടപ്പെട്ട ജോലി ഇപ്പുറത്താണുള്ളത്, പക്ഷെ നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഈ വർക്ക് ചെയ്യേണ്ടി വന്നു. അപ്പൊ ഇത് രണ്ടും കൂടെ ഉള്ള ഒരു അത് ഭയങ്കര ഒരു ഞാൻ ചെയ്ത ജോലി കേട്ട് ഞാൻ ഭയങ്കര കോമഡിയാണ്. ഇപ്പോഴും ഞാൻ പറയാൻ വന്നത്, ഞാൻ ആകെ 1 മണിക്കൂർ വർക്ക് ചെയ്തിട്ട്, അതായത് രാവിലെ എന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ അവിടെ പോയി എന്റെ സൂപ്പർവൈസിങ് ആണ്. എന്റെ ഒരു കുറച്ച് പരിപാടികൾ അവിടെ കോൺട്രാക്ട് ബേസ് ആണല്ലോ. അപ്പം എന്റെ കുറച്ച് സാധനം അവിടെ വർക്ക് ചെയ്യിക്കുന്നുണ്ട്. അതിന്റെ മേൽനോട്ടമാണ് എനിക്ക്. അത് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റില്ല. അപ്പൊ അതിന്റെ മേൽനോട്ടമൊക്കെ നോക്കി രാവിലെ ചെന്ന് 7:30 ചെന്ന് കയറുന്നു, 8:30 ആകുമ്പോൾ ഞാൻ. പക്ഷെ എനിക്ക് എനി ടൈം പാസ് ഉണ്ടായിരുന്നു. അത് എപ്പം വേണേലും കയറാം, എപ്പം വേണേലും ഇറങ്ങാം. രാത്രി അങ്ങനെ കൊച്ചു ഷിപ്പുകൾ അങ്ങനെ കയറി ഇറങ്ങാൻ പറ്റും. അപ്പൊ ആ പാസ് ഉണ്ടായതുകൊണ്ട് ഞാൻ കയറി 1 മണിക്കൂർ വർക്കുള്ള ദിവസം ചിലപ്പോൾ അവിടെ നിൽക്കും. ചിലപ്പം ഈ പറഞ്ഞ സംഭവങ്ങൾ മാറ്റി വെക്കാനൊക്കെ കുറെ സമയം എടുക്കും. അന്നേരം അവിടെ സ്പെൻഡ് ചെയ്യും. അല്ലാത്ത ദിവസങ്ങളൊക്കെ ഞാൻ 1 മണിക്കൂർ ഇറങ്ങും. പിന്നെ മോഡലിംഗ് പരിപാടി എന്ന് പറഞ്ഞ് ഇറങ്ങും. അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഇതായിരുന്നു നമ്മുടെ സൈഡിൽ. അതുകൊണ്ട് ബാക്കിയെല്ലാം നമ്മുടെ സൈഡായിരുന്നു.
ജോലി ചെയ്തതും ഞാൻ സൈഡായിട്ടാണ്, അല്ലാതെ ജോലി ഒരു മെയിൻ സ്ട്രീം ജോലി അല്ലായിരുന്നു. ഞാനത് പിടിച്ചില്ല. പലർക്കും ഭയങ്കര ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരു കഥ തന്നെയാണ്, ഒരു ജേർണിയാണ് ലൈഫ് എന്ന് പറയുന്നത്. ഇതെല്ലാവർക്കും ഉള്ള കഥകളൊക്കെ. അല്ല, ഓരോരുത്തരുടെയും പക്ഷെ ഡിഫറെന്റ് പെർസ്പെക്റ്റീവ് നമുക്ക് കേൾക്കാൻ പറ്റുമല്ലോ. അങ്ങനെ ഇപ്പം എന്റെ ഒരു പറഞ്ഞാലും ഞാൻ ഒരുപാട് പേരുടെ ഇന്റർവ്യൂ എടുക്കുന്നു, പല സ്ട്രഗ്ലിംഗ് ആക്ടേഴ്സിന്റെ കഥ കേൾക്കാറുണ്ട്. അവിടെ നിന്ന് ഇതുവരെ കേട്ട സ്റ്റോറീസിൽ സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള ആൾക്കാരാ, അത് സ്റ്റിൽ സ്ട്രഗ്ലിംഗ് ആണ് അല്ലേ? അതെ, എല്ലാരും